ജെയ്ഷെ മുഹമ്മദിന്റെ കമാൻഡർമാരിൽ ഒരാളായ അബ്ദുൾ റൌഫ് അസർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. ഇന്ത്യ നോക്കിക്കൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ്. ജെയ്ഷെ മുഹമ്മദിന്റെ കമാൻഡർമാരിലെ ഉഗ്രമൂർത്തി തന്നെയാണ് ഇയാള്. ഇയാളുടെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇയാൾ 1999 കണ്ടഹാർ വിമാന റാഞ്ചലിന്റെ ബുദ്ധിരാക്ഷസന് ഇയാൾ തന്നെയായിരുന്നു. അതിനകത്ത് ഇയാളുടെ ശ്രമഫലമായിട്ടാണ് ഇയാളുടെ ജ്യേഷ്ഠൻ മസൂദ് അസറിനെ ഇന്ത്യ മോചിപ്പിക്കേണ്ടി വന്നത്. 1999 ഏകദേശം 25 വർഷം മുമ്പ് ഇന്ത്യൻ എയർലൈൻസിന്റെ IC 814 വിമാനം നേപ്പാളിൽ നിന്ന് പുറപ്പെട്ടതാണ്. അപ്പോൾ തന്നെ നേപ്പാളിലെ ആ പ്ലെയിൻ അത് ഹൈജാക്ക് ചെയ്തു. അത് അബ്ദുൾ റൌഫ് അസറിന്റെ ബുദ്ധി കൊണ്ടാണ്. ഡിമാൻഡ് വെച്ചത് അയാളുടെ ജ്യേഷ്ഠൻ മസൂദ് അസറിനെ മോചിപ്പിക്കണം. അതോടൊപ്പം കൊടും ഭീകരന്മാരായ മസൂദ് അസറിനോടൊപ്പം മുസ്താഖ് സർഗർ, ഒമർ ഷെയ്ഖ്, ഈ 3 പേരെ മോചിപ്പിക്കണമെന്നായിരുന്നു ഡിമാൻഡ്. 179 ഇന്ത്യ യാത്രക്കാരുണ്ടായിരുന്നു. അതിനകത്ത് 99% ഇന്ത്യക്കാരായിരുന്നു. അത് നേപ്പാളിൽ നിന്നാണ് റാഞ്ചി എടുത്തത്. 4-5 രാജ്യങ്ങളിലെ ഇവരെ ഇന്ത്യയുടെ ശ്രമം ഫലമായി ലാൻഡ് ചെയ്യിപ്പിക്കാൻ നോക്കി. പക്ഷേ അത് വിജയിച്ചില്ല. നമ്മുടെ NSG അന്ന് ഇത് തിരിച്ചു പിടിക്കാൻ അവർ ശ്രമിച്ചു. അതിനവർ റെഡിയായിരുന്നു ഡൽഹിയിൽ. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് അതിന് തയ്യാറായില്ല. കാരണം നമ്മുടെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റിലുള്ള ആൾക്കാരെ ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യത അതിൻ്റെ അകത്ത് കൂടുതലാണ്. ഇസ്രായേൽ നേരത്തെ ഇതുപോലെ തിരിച്ചു പിടിച്ച ഒരു ചരിത്രം നമുക്കറിയാം. അത് വിമാന റാഞ്ചുകളെ തട്ടിയെടുത്ത് അവരെ മോചിപ്പിച്ച ഇസ്രായേലിൻ്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. അതേ രീതിയിലുള്ള ഓപ്പറേഷന് NSG റെഡിയായിരുന്നു ഇന്ത്യയുടെ. പക്ഷേ ഇന്ത്യയുടെ ഭരണ നേതൃത്വം അത് അംഗീകരിച്ചില്ല. കാരണം ജീവൻ അപകടത്തിലാകും. ഇത് പാകിസ്ഥാൻ ജെയ്ഷെ മുഹമ്മദ് ഇന്നത്തെ ജെയ്ഷെ മുഹമ്മദിന്റെ ആൾക്കാരാണ്. അന്ന് ആ ഭീകര സംഘടനയുടെ പേര് ഹർക്കത്തുൽ മുജാഹിദീൻ എന്ന ഭീകര സംഘടനയാണ്. ആ ഭീകര സംഘടനയുടെ ആൾക്കാർ തന്നെയാണ് ഇന്ന് പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 3 പേര് നമുക്ക് അബ്ദുൾ റൌഫ് അസറും അയാളുടെ ബുദ്ധിയിൽ നിന്ന് അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആ 3 ഭീകരന്മാർ ചേർന്നിട്ടാണ് അവര് ജ്യേഷ്ഠ മസൂദ് അസറിന്റെ നേതൃത്വത്തിൽ ജെയ്ഷെ മുഹമ്മദ് അവർ രൂപീകരിച്ചിട്ട് ഇന്ത്യക്കെതിരായി അന്ന് മുതൽ തുടങ്ങിയതാണ്. ഇപ്പോൾ ആ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം അവിടെ നമ്മുടെ പ്രിസൈസ്ഡ് സ്ട്രൈക്ക് ഉണ്ടായി മിസൈൽ ചെന്ന് പതിച്ചു. അവരുടെ മസൂദ് അസറിന്റെ സഹോദരനും അയാളുടെ ജ്യേഷ്ഠത്തെയും അല്ലെങ്കിൽ സഹോദരിയും അയാളുടെ അളിയനും അവരുടെ സഹോദരിയുടെ മകനും മരുമകനും, അങ്ങനെ 10 പേരുടെ ഒരു കുടുംബത്തിലുള്ള ആൾക്കാർ ഒന്നിച്ച് കൊല്ലപ്പെട്ടു. ആ സർജിക്കൽ സ്ട്രൈക്കിന്റെ പുറത്ത് ജെയ്ഷെ മുഹമ്മദിന്റെ ആ കുടുംബം അംഗങ്ങളെ 10 പേരോളം നമുക്ക് തകർക്കാൻ പറ്റി. മസൂദ് അസറിന്റെ കമന്റ് വരികയുണ്ടായി, എനിക്ക് എൻ്റെ സഹോദരനൊപ്പം മരിച്ചാൽ മതിയായിരുന്നു, ഇതിന് പകരം ഞാൻ ചെയ്യും, പകരം ചോദിക്കും എന്നൊക്കെ വാചോടിക്കുന്നൊക്കെ നമ്മൾ കേട്ടു. അയാളുടെ സഹോദരനാണ് അബ്ദുൾ റൌഫ് അസർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നത്. ഇന്ത്യയുടെ ഈ നീക്കം ഒരിക്കലും പാകിസ്ഥാൻ ഇത്രയും ശക്തമാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഈ 179 ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് നമ്മൾ പല രാജ്യങ്ങളിൽ ഇവരെ ലാൻഡ് ചെയ്യിപ്പിച്ച് നമ്മുടെ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ കണ്ടഹാറിലോട്ട് തന്നെ അവർ പോയി. അവരെ കണ്ടഹാറിലല്ലാതെ നമുക്ക് വേറെ സ്കോപ്പില്ലാതെ വന്നു. അവിടെ പോയി അവർ ലാൻഡ് ചെയ്തു. ഇന്ത്യയായിട്ട് വില പേശി. അന്ന് നമ്മുടെ ആഭ്യന്തര മന്ത്രി LK അദ്വാനിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് ജസ്വന്ത് സിംഗ് ആണ് ഇന്ത്യയുടെ ദൗത്യമായിട്ട് കണ്ടഹാറിലേക്ക് പോയത്. 3 ഭീകരന്മാരെയും മസൂദ് അസറിനെയും മുസ്താഖ് സർഗറിനെയും ഒമർ ഷെയ്ഖിനെയും ഇവിടുത്തെ ഒരു ഫ്ലൈറ്റിൽ നമ്മൾ ജസ്വന്ത് സിംഗ് വിദേശകാര്യമന്ത്രി കൊണ്ടുപോയി. അജിത് ഡോവൽ അന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ശ്രമഫലമായി അദ്ദേഹം കൂടെ പോയി. LK അദ്വാനി അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്.
നമ്മുടെ പ്രൈം മിനിസ്റ്റർ അന്ന് വാജ്പേയി ആണ്. അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. അതിന് നമ്മൾ ഇന്ന് പകരം തീർത്തു കഴിഞ്ഞിരിക്കുന്നു. അന്ന് ഇന്ത്യക്കെതിരായിട്ട് നീങ്ങിയ ശക്തികളെ നമുക്ക് ഇന്ന് കിട്ടി. അതിലെ ബുദ്ധിരാക്ഷസനെ നമുക്ക് വകവരുത്താൻ പറ്റി. ഇനി നമുക്ക് ലഭിക്കേണ്ട ഒരാളാണ് അയാളുടെ ജ്യേഷ്ഠനായ മസൂദ് അസറിൻ്റെ. അയാളുടെ കുടുംബം തകർത്തു നമ്മൾ. ഇനി രാജ്യത്തിനെതിരായിട്ടും നമ്മുടെ ഇന്ത്യയിലെ ടെററിസ്റ്റ് ആക്ടിവിറ്റിക്ക് എതിരായിട്ട് അയാളെ കൈപൊങ്ങൂല എന്നാണ് കരുതുന്നത്. പാകിസ്ഥാനിലെ ഇപ്പം അവസ്ഥ, പാകിസ്ഥാൻ പിടിച്ചു വിറച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇന്ത്യയുടെ ക്കെതിരായി അവർക്ക് ഇനി നീങ്ങാൻ അവരുടെ റഡാർ സംവിധാനങ്ങൾ മുഴുവൻ നമ്മളിപ്പോൾ നശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർക്കൊരു കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. അതിനുള്ള ആയുധങ്ങൾ അവരുടെ കയ്യിലില്ല. ഇന്ന് എൻ്റെ ഒരു കണക്കൂട്ടൽ അനുസരിച്ച് നമുക്ക് ഇന്ന് രാത്രി നാളെയുമായിട്ട് 9 സ്ഥലങ്ങളിലാണ് നമ്മൾ നേരത്തെ ഈ ഭീകരവാദികളുടെ ട്രെയിനിങ് സെന്ററും അവരുടെ കെട്ടിടങ്ങളും നശിപ്പിച്ചത്. അത് 5 ലൊക്കേഷനിൽ കിടക്കുന്നതാണ് 9 സ്ഥലം. അതാണ് നമ്മൾ നശിപ്പിച്ചത്. ഇനി നമുക്ക് 15 സ്ഥലം കൂടെയുണ്ട്. ഈ ഭീകരവാദികളുടെ ട്രെയിനിങ് സെന്റർ ഇനി 15 എണ്ണം കൂടെയുണ്ട്. അത് ഇന്ന് രാത്രിയോ നാളെയോ തകർക്കണം. അതിനുശേഷം യുദ്ധം നിർത്താം നമുക്ക്. ഏതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്, അങ്ങനെയാണ് തോന്നുന്നത്. അതിനുള്ള സമയമായി എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യയുടെ ഈ ഓപ്പറേഷൻ തീർന്നില്ല എന്നുള്ള ധ്വനി വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ 2nd സ്റ്റേജും 3rd സ്റ്റേജും ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. 2nd സ്റ്റേജ് കൊണ്ട് 15 സ്ഥലങ്ങളും ഒന്നിച്ച് ആക്രമിക്കാൻ സാധിക്കുമെങ്കിൽ അത് 2nd സ്റ്റേജ് കൊണ്ട് നിർത്താം. അല്ലെന്നുണ്ടെങ്കിൽ 3rd സ്റ്റേജിലേക്ക് പോകും. ഇനി 15 സ്ഥലങ്ങളിൽ നമുക്ക് സ്ട്രൈക്ക് ചെയ്യേണ്ടതുണ്ട്. ആ സ്ഥലങ്ങളിലെ മിസൈൽ അവിടെ ചെന്ന് പതിച്ച് അവരെ നശിപ്പിക്കുകയും ആ ട്രെയിനിങ് സെന്ററിന്റെ കെട്ടിടങ്ങൾ നശിപ്പിക്കുകയും ചെയ്യേണ്ടി വരും നമുക്ക്. അത് ഇന്ന് രാത്രി ഉണ്ടാകാനാണ് സാധ്യത. 3 ദിവസം കൊണ്ട് നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ പൂർത്തിയാക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് അവരോട് യുദ്ധമില്ല. നമ്മൾ ഇതുവരെ അവരോട് യുദ്ധം ചെയ്യുന്നില്ല. പാകിസ്ഥാനെതിരായിട്ട് നമ്മൾ നീങ്ങുന്നില്ല. പക്ഷേ ടെററിസ്റ്റ് ക്യാമ്പുകൾ, നമ്മുടെ സഹോദരങ്ങളെ കൊന്ന് ആയിരക്കണക്കിന് ആൾക്കാരെ 1995 മുതൽ പാകിസ്ഥാന് ലഷ്കർ ഇ തോയിബയും അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ കാശ്മീരിലെ പെഹൽഗാമിലെ നമ്മുടെ 26 ആൾക്കാരെ കൊന്നൊടുക്കിയ അല്ലെങ്കിൽ വെടിവെച്ച് കൊന്ന ആ ഭീകര സംഘടനയെ ഉന്മൂലനം ചെയ്യാതെ നമുക്ക് വാറ് നിർത്താൻ കഴിയില്ല. അവർക്കെതിരായിട്ടുള്ള വാറാണ്, പാകിസ്ഥാനെതിരായിട്ടുള്ള വാറല്ല ഇത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് നമ്മൾ കൃത്യമായ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞു. പാകിസ്ഥാന്റെ ചിറകരിഞ്ഞ് വീഴ്ത്തി കഴിഞ്ഞു. ഇനി ഈ ടെററിസ്റ്റ് ക്യാമ്പുകളും അവരുടെ ട്രെയിനിങ് സെന്റർ 15 സ്ഥലം കൂടെ ഉണ്ട്. അതുകൂടെ പൂർത്തിയായി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ദൗത്യം കഴിയും. പാകിസ്ഥാന് ഷെല്ലിംഗ് ആക്രമണം ഇങ്ങോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ 10-11 പേര് നമ്മുടെ അതിർത്തിയിലുള്ള ഗ്രാമങ്ങളിലുള്ള പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അതിന് ആ ഷെല്ലിങ് ഇന്നുകൊണ്ട് നിർത്താനുള്ള സാധ്യത ആണ് ഇന്ത്യ നോക്കുന്നത്. അവരെ എയർപോർട്ടുകളെല്ലാം അവർ അടച്ചതായിട്ട് മനസ്സിലാവുന്നു. പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തെ വിറങ്ങിലിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അതിൻ്റെ കാരണം പാകിസ്ഥാന്റെ കയ്യിലെ മിക്കവാറും ഇരിക്കുന്നത് എല്ലാവരും ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ ആധുനിക യുദ്ധമുറയ്ക്ക് പറ്റിയ ആയുധങ്ങളൊന്നും അവർക്കില്ല. അവർ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ ലോഞ്ചിങ് ഏരിയ പാടും എല്ലാം നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പം അതിനാണ് ലാഹോറും റാവൽപിണ്ടിയും കറാച്ചിയിലേക്ക് അവർ ഭയപ്പെട്ടിരിക്കുന്നത്. അവിടെ കംപ്ലീറ്റ് അവിടുത്തെ ആൾക്കാർ എവാക്വേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞു. അമേരിക്കൻ സിറ്റിസൺസ് റാവൽപിണ്ടിയിലും പാകിസ്ഥാനിലുള്ളവരെല്ലാവരും അവർ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെയല്ല, പറ്റുമെന്നുണ്ടെങ്കിൽ അവർ രാജ്യം വിട്ട് പോരണമെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും കൗണ്ടർ നമുക്കെതിരായി അല്ലെങ്കിൽ അവർ പ്രവർത്തിക്ക് തീർച്ചയായിട്ടും കൗണ്ടർ നമ്മുടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല, നമ്മൾ പിൻവാങ്ങും എന്ന് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സംസാരത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. യുദ്ധം നിർത്തണം, എത്രയും പെട്ടെന്ന് നിർത്തണം. അദ്ദേഹം കൂടെ പറയുന്നതിന്റെ കാരണം നമ്മുടെ ജോലി തീർന്നിട്ട് നമ്മൾ പിൻവാങ്ങും. ആ രാജ്യത്തിനെ നമ്മൾ ഉപദ്രവിക്കത്തില്ല. അവിടുത്തെ ജനങ്ങൾ നമ്മുടെ സഹോദരങ്ങളാണ്.